തിരഞ്ഞെടുപ്പ് വീഴ്ച ചർച്ച ചെയ്യാൻ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിന് വീഴ്ചയെന്ന് വിമർശനം. നേതൃത്വം ഇടപെടേണ്ട പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെട്ടില്ല എന്നും സ്ഥാനാർത്ഥി നിർണയം പലയിടത്തും പാളി എന്നുമാണ് വിമർശനം. കണ്ണൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല എന്നും യാഥാർത്ഥ്യം അംഗീകരിച്ച് മുന്നോട്ടു പോകണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 നേതാക്കൾ ആവശ്യപ്പെട്ടു. വിമർശനങ്ങൾക്ക് പിണറായി മറുപടി പറഞ്ഞില്ല. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, തോൽവിക്ക് മുന്നിലെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നേതൃത്വത്തിന് കഴിയുന്നു എന്നത് പ്രധാനമാണ്. അതിൽ മറുപടിയൊന്നും ഉണ്ടായില്ല എങ്കിലും മധു, അപ്പോഴും വളരെ കുറച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാത്രമാണ് അവർ തോൽവിക്ക് കാരണമായി വിചാരിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് പറയേണ്ടി വരും. അതിനകത്ത് നേതൃത്വം കൃത്യമായ ഇടപെടലുകൾ ഓരോ വിഷയത്തിലും നടത്തേണ്ട സമയത്ത് നടത്തിയില്ല. സർക്കാരിൽ പോലും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പാർട്ടി ഇടപെടേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, അതുണ്ടായില്ല എന്ന കാര്യം പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പിടിവാശികൾ വെച്ചതുകൊണ്ട് ഇത്ര വലിയ തോൽവിയുണ്ടായി. ചില സ്ഥലത്ത് ചില ആളുകൾ മത്സരിക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റു ചിലരെ മാറ്റുകയായിരുന്നെങ്കിൽ ഇങ്ങനെ പരിതാപകരമായ ഒരു തോൽവി പാർട്ടി നേരിടേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം കണ്ണൂരിലെ പ്രതിസന്ധി ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയതിന് നേതൃത്വം തന്നെയാണ്, സംസ്ഥാന നേതൃത്വം തന്നെയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ എന്ന വിമർശനങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് ടി കെ ഗോവിന്ദനും പി കെ കുഞ്ഞിക്കൃഷ്ണനുമൊക്കെ ഉയർത്തിയ വിവാദങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ സമീപിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ പയ്യന്നൂരിൽ മസൂദിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തി വേറൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ പി കെ കുഞ്ഞിക്കൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തുടക്കത്തിൽ തന്നെ ആദ്യ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനുള്ള ആദ്യ യോഗത്തിൽ തന്നെ തളിപ്പറമ്പിൽ സുകന്യയുടെ പേര് ഉയർന്നു വന്നതാണ്. അവിടെ എം വി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ശ്യാമള ടീച്ചർ വേണമെന്ന നിർബന്ധം സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അവരെ നിർത്തേണ്ടി വന്നത്. അവിടുത്തെ എതിർപ്പ് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറഞ്ഞിട്ടും അത് എം വി ഗോവിന്ദൻ തന്നെ പങ്കെടുത്ത യോഗത്തിലാണ് എതിർപ്പുണ്ടായത്. ആ എതിർപ്പ് ഒരു തരത്തിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റി ആ ലിസ്റ്റ് അംഗീകരിച്ച് വീണ്ടും തളിപ്പറമ്പിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെയും എതിർപ്പുണ്ടായി. ആ സമയത്തുണ്ടായ എതിർപ്പ് പോലും മുഖവിലക്കെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ടി കെ ഗോവിന്ദനെ പോലുള്ള കരുത്തുറ്റ ഒരാൾ പുറത്തേക്ക് പോയി മത്സരിച്ചതും പാർട്ടിക്ക് അവിടെ പരാജയപ്പെടേണ്ടി വന്നതും. അതിലവർ പറയുന്ന കാര്യം അവിടെ ടി കെ ഗോവിന്ദൻ മത്സരിച്ചു വിജയിച്ചു, ഒരു സീറ്റ് പരാജയപ്പെട്ടു എന്നതിലല്ല കാര്യം. അവിടെ പാർട്ടി കോട്ടയിൽ ഒരാൾ നിന്ന് പരാജയപ്പെടുത്തു. അവിടെ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദനൊപ്പം കുഞ്ഞികൃഷ്ണനൊപ്പം ടി കെ ഗോവിന്ദൻ കൂടി വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കണ്ണൂരിൽ ഉണ്ടായത്. അത് കണ്ണൂരിൽ മാത്രം നിൽക്കുന്നതായിരുന്നില്ല. അതേപോലെ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി കുറച്ചുകൂടി ഇടപെടലിൽ സൂക്ഷ്മത പാലിച്ചിരുന്നെങ്കിൽ ഇവിടെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകില്ലായിരുന്നു. അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി തന്നെ സംസാരിച്ച് കാര്യങ്ങൾ ഏതാണ്ട് ധാരണയിലാക്കുന്ന സമയത്താണ് ഈ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായ വിജയിച്ച ജി സുധാകരനെതിരെ പരിഹാസ രൂപേണയുള്ള ചിരിയും മറ്റും ഉണ്ടായത് എന്നടക്കമുള്ള വിമർശനങ്ങളുണ്ടായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ ഇത്തരം വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ നൽകിയത്. തളിപ്പറമ്പും പയ്യന്നൂരും മട്ടന്നൂരും അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം സെക്രട്ടേറിയറ്റിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കൾ ആ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ മലബാർ മേഖലയിലാകെ ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയിൽ ആകെ പാർട്ടി വോട്ടുകൾ ചോരാൻ കാരണമായത് അത്തരത്തിലുള്ള ജാഗ്രതക്കുറവും ചില പിടിവാശികളുമാണ് എന്ന വിമർശനം തന്നെ ഉന്നയിക്കുന്നു സെക്രട്ടേറിയറ്റിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.